നമസ്കാരം, ഞാൻ രാകേഷ് എം ടി. വാഹനത്തിന് കൃത്യമായ മൈലേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഏതാണ് ബെസ്റ്റ് വേ? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാജാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: എനിക്ക് ഡൗട്ടുണ്ട് ബ്രോ. ഒന്ന്, മൈലേജ് ചെക്ക് ചെയ്യാൻ നെക്ക് ലെവലാണോ ഫസ്റ്റ് കട്ട് ഓഫ് ആണോ നല്ലത് ഫില്ല് ചെയ്യാൻ? ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: എൻ്റെ കാറ് ന്യൂ സ്വിഫ്റ്റ് ആണ്. ഞാൻ ഡെയിലി ഫസ്റ്റ് ടൈം കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ RPM മുകളിലോട്ട് പോയി ഒരു 5 മിനിറ്റ് വണ്ടി ഒന്ന് റേസ് ആകും. പിന്നെ RPM താഴെ സൈലൻ്റ് ആകും. ഇത് നോർമലി ഉള്ളതാണോ അതോ എന്തെങ്കിലും പ്രോബ്ലം ആണോ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് ചെക്ക് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം നെക്ക് ലെവൽ തന്നെയാണ്. അതായത് നെക്ക് ലെവൽ ടോപ്പ് അങ്ങ് അറ്റം വരെ നിറയുന്ന രീതിക്ക് അങ്ങോട്ട് ഫില്ല് ചെയ്തോണം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഒന്ന് പിൻ ചെയ്തിട്ടോളാം. നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ ഈ സെലീറിയോ, അതായത് ഈ പുറകെ കാണുന്ന ഈ സെലീറിയോയുടെ കൃത്യമായിട്ടുള്ള മൈലേജ് ചെക്ക് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ ചോദിച്ചിരിക്കുന്നുള്ളത് പോലെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് RPM 5 മിനിറ്റോളം ഒരു കാരണവശാലും കൂടി നിൽക്കത്തില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ 1 മിനിറ്റിന് താഴെ നമ്മുടെ വാഹനത്തിൻ്റെ RPM കുറച്ചൊന്ന് കയറി നിൽക്കും. അത് വളരെ നോർമലാണ്. കാരണം തണുത്ത് നിൽക്കുന്ന സിറ്റുവേഷൻ, അതായത് എൻജിൻ അതുപോലെ കോൾഡ് കണ്ടീഷനിൽ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചറിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം കൂടുതൽ ഫ്യൂവൽ കൺസ്യൂം ചെയ്താണ് അങ്ങനെ RPM കയറി നിൽക്കുന്നത്. അത് കംപ്ലൈൻ്റ് അല്ല, വളരെ നോർമലാണ്. അതിന് പേടിക്കേണ്ട കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എനിക്ക് എപ്പോഴും സജസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു RPM കയറി നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഒരു അല്പം ഒന്ന് നോർമലിലോട്ട് വന്നതിന് ശേഷം വാഹനം എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരു അത്യാവശ്യം എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ടായിരിക്കും വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഓടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓവറായിട്ട് ആക്സിലേറ്റർ കൊടുക്കില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു നോർമൽ സ്പീഡിൽ കുറച്ച് നേരം പോകുന്നതുകൊണ്ട് വേറെ ഒരു കുഴപ്പം വരാനുള്ള, എൻജിൻ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചറിലോട്ട് എത്തുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ആ വാഹനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പവർ ഔട്ട്പുട്ടും മൈലേജ് ഔട്ട്പുട്ടും പക്കയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴെങ്കിലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാൻ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഫ്യൂൽ എഫിഷ്യൻസി അറിയണം എന്നുള്ള സമയത്ത് മാത്രം നെക്ക് ലെവൽ വരെ അടിക്കാൻ ഞാൻ പറയത്തുള്ളൂ. അല്ലാത്ത പക്ഷമാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കട്ട് ഓഫിൽ നിങ്ങൾക്ക് നിർത്താൻ സാധിക്കും. ഈ പറഞ്ഞ പോലെ വാഹനം റേസ് ചെയ്യുന്നത് നോർമലാണ്, പേടിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല.